പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരണത്തിൻ്റെ മുൻപിൽ പോലും ക്രിസ്തുവെന്നുള്ള നാമം വിളിച്ചു പറയാനായി ജീവിതമൊരുക്കിയ, ഹൃദയമൊരുക്കിയ രണ്ട് മഹാവിശുദ്ധര് ഇന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരായ വിശുദ്ധ ശിമയോന്റെയും വിശുദ്ധ യൂദാ തദേവൂസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഒക്ടോബർ 28 ഏറെ പ്രത്യേകമായി നമുക്ക് വളരെ പരിചിതനായ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ ദിവസം. എല്ലാ അനുഗ്രഹങ്ങളും നേരാണ്. പ്രത്യേകിച്ച് സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട ജേക്കബ് പ്രസാദച്ചൻ പറഞ്ഞ കാര്യം എങ്ങനെ ഓർക്കുന്നുണ്ട്? അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാ തദേവൂസ്. ഈ അസാധ്യ കാര്യങ്ങൾ എന്താണ്? കർത്താവിനും നടത്തിത്തരാൻ പറ്റാത്ത അസാധ്യ കാര്യം എന്താണ്? രോഗം മാറാനോ? അത് അസാധ്യ കാര്യമേ അല്ല കർത്താവിന്. കുഞ്ഞുങ്ങളെ തരാനോ? കർത്താവല്ലാതെ വേറെ ആരാ കുഞ്ഞുങ്ങളെ തരുന്നത്? ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടാനോ? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് വർഷിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ നീണ്ട ലിസ്റ്റുകൾ എടുക്കുമ്പോൾ ഒന്നും തന്നെ ദൈവത്തിന് അസാധ്യമായിട്ടില്ല എന്ന് നമ്മൾ കാണും. വചനം പറയുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പിന്നെ എന്താണ് വിശുദ്ധ യൂദാ തദേവൂസ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന അസാധ്യകാര്യം? അത് ജീവിക്കാനായിട്ടുള്ള സഹായം നൽകുന്നത് എന്തിനാണെന്ന് ആലോചിച്ച് നോക്കണം. അത് മറ്റൊന്നുമല്ല. എന്നിട്ട് അച്ഛൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ടുള്ള കൃപയാണ്. ആ ഒരു വരത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിന് നമ്മളെ തൻ്റെ അടുക്കലേക്ക് ആകർഷിക്കാം. ജീവിക്കേണ്ടത് നമ്മളാണ്. എത്രമാത്രം കർത്താവിനോട് ചേർന്ന് നിൽക്കാനാവുന്നോ അത്രമാത്രം ജീവിക്കാനായി, ചേർന്ന് നിൽക്കാനായി ജീവിതം കൊടുക്കാൻ മനസ്സായ ഒരു വിശുദ്ധൻ്റെ മുൻപിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കാണണം. ഒരു പനി വരുമ്പോൾ, ഒരു സർജറി വരുമ്പോൾ, പ്രിയപ്പെട്ട ഒരാൾക്ക് വലിയൊരു അസുഖം വരുമ്പോൾ, ഒരു ആക്സിഡൻറ്റ് വരുമ്പോൾ ഇങ്ങനെ ഈ കർത്താവിനെ തള്ളിപ്പറയുന്ന മനുഷ്യരാണ് ജീവിതം കൊടുത്തുകൊണ്ട് പോലും ആ ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കാനായിട്ട് ധൈര്യം കാണിച്ച ഈ വിശുദ്ധൻ്റെ മുൻപിൽ വരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന അസാധ്യകാര്യം വേറൊന്നുമല്ല, വിശുദ്ധ യൂദായെ അങ്ങ് ജീവിച്ചതുപോലെ ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ നൊവേന കേന്ദ്രങ്ങളിലും ഉയരേണ്ടതെന്ന്. ശരിയാണല്ലോ. നീണ്ട ലിസ്റ്റുകളുമായിട്ട് ചെന്ന് നമ്മളിങ്ങനെ ഒരു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുന്ന ഒരു പലചരക്കുകാരനെ കണക്ക് ഈ വിശുദ്ധനെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടെന്നുള്ളതിലൊരു സങ്കടമുണ്ട്. കർത്താവിൻ്റെ വലിയ സുവിശേഷം ജീവിച്ചൊരു വിശുദ്ധനെന്നുള്ള ഓർമ്മ പോലും നമുക്കില്ല ഈ മഹാവിശുദ്ധനെ കുറിച്ച്. അവിടുത്തെ സുവിശേഷം വിളിച്ചു പറയാനായി അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് എരിഞ്ഞ് ജീവിച്ചൊരാൾ. കാരണം അദ്ദേഹത്തിൻ്റെ രൂപം കാണണം. ഉള്ളു നിറച്ച് ക്രിസ്തു, തലയ്ക്ക് മുകളിൽ ആത്മാവിൻ്റെ അഗ്നി. പണ്ട് മുതലേ ആദ്യത്തെ വർഷം അങ്കമാലി യൂദാപുരം പള്ളിയിലായിരുന്നു കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തത്. അന്നേ ഇങ്ങനെ ആകർഷിച്ച ഒരു കാര്യം അതാണ്. ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു, തലയ്ക്ക് മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന്, ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ അഗ്നി. എന്തൊരു സാധ്യതയാണിത്! എന്തൊരു ബലമായിരിക്കും ആ ഒരു മനുഷ്യന്! ഓരോ ക്രിസ്ത്യാനിയുടെയും സാധ്യത. എൻ്റെ ഉള്ളു നിറച്ച് ഇങ്ങനെ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ തലയ്ക്ക് മുകളിൽ ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ആത്മാവിൻ്റെ അഭിഷേകാഗ്നി വന്ന് ജ്വലിച്ചു നിൽക്കുന്നു. പിന്നെ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. തമ്പുരാനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിറയാൻ എന്നും മറ്റൊരാളുമില്ല. എൻ്റെ ഉള്ളു മുഴുവൻ നിന്നെക്കൊണ്ട് നിറയാൻ, എൻ്റെ ഉള്ളു മുഴുവൻ നിന്നെക്കൊണ്ട് നിറയാൻ, ആ നിന്നെ ഉള്ളു നിറഞ്ഞിരിക്കുന്ന നിന്നെ വിളിച്ചു പറയാനായിട്ടുള്ള ശക്തിക്കായി ആത്മാവിൻ്റെ അഭിഷേകാഗ്നി പെന്തക്കുസ്തായിൽ എന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് മീതെ വന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കിയെല്ലാം വരും. കർത്താവ് അതാ പറയണേ, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയൊക്കെ അന്വേഷിക്കുക, മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചെയ്യേണ്ട കാര്യം ചെയ്യുക, അവിടെ നിന്ന് കൽപ്പിച്ചിട്ടുള്ളത് ചെയ്യുക. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കുന്ന കർത്താവ് പറഞ്ഞേക്കണേ.
ആ സാക്ഷ്യപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ള അഭിഷേകമാണ് പെന്തക്കോസ്തായിൽ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അവിടെ വെച്ച് തന്നെ 3000 പേര് മാനസാന്തരപ്പെടുന്ന വിധത്തിൽ, അവരുടെ ഹൃദയത്തെയും നാവിനെയും ജ്വലിപ്പിക്കുന്ന വിധത്തിൽ സ്വർഗത്തിൻ്റെ അഗ്നിയായി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അതിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവനോടുള്ള സ്നേഹം കൊണ്ട് അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അത് കേട്ടിട്ട് മനുഷ്യർ ക്രിസ്തുവിലേക്ക് വരുന്നുണ്ട്. തമ്പുരാനെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. സുവിശേഷം പറയാനായിട്ടുള്ള അവിടുത്തെ ആജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ അവിടെ നിന്ന് അയക്കുന്നത്. അവിടുത്തെ സാക്ഷികളായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് അങ്ങല്ലാതെ മറ്റൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, മറ്റൊന്നിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ വരാതിരിക്കട്ടെ, മറ്റൊന്നിനെക്കുറിച്ചുള്ള പദ്ധതികളും ഞങ്ങളിടാതിരിക്കട്ടെ. കർത്താവെ, അങ്ങ് മാത്രം ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതിനുവേണ്ടി അങ്ങയെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്രിസ്തുവിനെ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനും വേണ്ടി ആത്മാവിൻ്റെ അഗ്നി ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങൾക്ക് വഴികാട്ടിയാവട്ടെ, ഞങ്ങൾക്ക് വെളിച്ചം നൽകട്ടെ, ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ പ്രകാശിപ്പിക്കട്ടെ, അഗ്നിയായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. അവനോട് ചേർന്ന് നിന്ന് അവനെ പഠിച്ച മനുഷ്യർ, പെന്തക്കോസ്തായിൽ ആത്മാവിൻ്റെ അഗ്നി അനുഭവിച്ച മനുഷ്യർ നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞു നടന്നത് സുവിശേഷമായിരുന്നല്ലോ. വേറൊന്നും പറയാനില്ല അവർക്ക്. നാവിൽ നിന്ന് വരുന്നത് മുഴുവൻ പ്രത്യാശയുടെ സുവിശേഷം, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു. അതിനവരെ സഹായിച്ചത് ഈ ആത്മാവിൻ്റെ അഭിഷേകാഗ്നി. ഈ കെട്ട വാർത്തകൾ പെരുകുന്ന ഈ കാലത്ത് കർത്താവെ, സുവിശേഷം പറയുന്ന മനുഷ്യർ ആയി ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. വചനം പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ, നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. ഒരാളുടെ ഹൃദയത്തിനുള്ളിൽ നിറച്ച് ക്രിസ്തുവാണെങ്കിലോ പുറത്തേക്ക് വരുന്നത് മുഴുവൻ സുവിശേഷമായ ക്രിസ്തുവായിരിക്കില്ലേ, ക്രിസ്തുവിൻ്റെ പ്രത്യാശയുടെ സുവിശേഷങ്ങളായിരിക്കില്ലേ, നല്ല വിശേഷങ്ങളായിരിക്കില്ലേ. കർത്താവേ, അതിനായി അവിടുത്തെ ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിച്ച് ഉള്ളിൽ നിറഞ്ഞ ക്രിസ്തുവാകുന്ന സുവിശേഷം ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ഞങ്ങളെ ഒരുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വിശുദ്ധൻ്റെ വലിയ മധ്യസ്ഥ്യം യാചിച്ച്, ഞങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ് പുണ്യാള, ഞങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ, ശരിക്കുമുള്ള മിഷണറിയായി ജീവിക്കാൻ, ലോകത്തോട് അങ്ങ് ചെയ്തതുപോലെ ധൈര്യത്തോടുകൂടി, ഇത്ര ധൈര്യത്തോടുകൂടി മരണത്തിൻ്റെ മുൻപിൽ പോലും ഇങ്ങനെ സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് അസാധ്യമായ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ്യം യാചിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ യൂദായുടെ മധ്യസ്ഥം വഴിയായി സുവിശേഷമായി മാറാനുള്ള വലിയ ആഗ്രഹം കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം. കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പുണ്യാളന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഇനി ഓർമ്മയുണ്ടാവണം ഈ വചനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള തിരുവചനം. എന്നിട്ട് മനസ്സുരുകിയൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ പുണ്യാള, അങ്ങ് ജീവിച്ചതുപോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ, അങ്ങ് വിളിച്ചു പറഞ്ഞതുപോലെ സുവിശേഷം പറയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഈ അസാധ്യതകളിൽ അങ്ങ് സഹായമായി കൂടെ വരണമേ എന്ന്, സ്വർഗത്തിൻ്റെ ശക്തിക്കായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ്യം യാചിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. നമുക്ക് എല്ലാവർക്കും ശുഭരാത്രി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.